ചൈതന്യം തുടിക്കും അഭിഷേകത്തിനായി ദൈവത്തെയും പുത്രനെയും അവരുടെ ആത്മാവാം നിന്നിൽ പാരം വിശ്വസിച്ചിടും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുക. ഈ ടെക്നിക്കൽ സാധനങ്ങളെല്ലാം ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടുവന്ന് സെറ്റിയിരിക്കുകയാണ്. സരക്തങ്ങളെ നിന്റെ മാന്ത്രികാങ്കുലിയാൽ തൊടുമ്പോൾ ജീർണതയെല്ലാം ഒളിക്കും മണ്ണിൽ ജീവചൈതന്യം തുടിക്കും
ദൈവത്തെയും പുത്രനെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ. അവരുടെ ആത്മാവാം നിന്നിൽ മാനം വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, എന്നോട് ക്ഷമിക്കണം. ടെക്നിക്കൽ കാര്യങ്ങളുടെ എല്ലാം മധ്യത്തിൽ ഞാൻ ഇതെല്ലാം ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെയും ഇന്റർനെറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു മൊബൈൽ ഫോണിൽ നിന്നാണ് ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒറിജിനലായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഈ സ്ട്രീമിങ്ങിൽ വേറെ ഒന്നും മാറ്റാൻ നിവർത്തിയില്ല. ഓഡിയോ വീഡിയോ ഒരു ഐഫോണിലൂടെ ഡയറക്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇതിലും കൂടുതലൊന്നും ഇതിനെക്കുറിച്ചൊരു അറിവുമില്ല. ദൈവത്തിൻ്റെ ഇവിടെ ആരും സഹായിക്കാനുമില്ല, പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കേൾക്കുന്നതിൽ സംതൃപ്തിപ്പെട്ട് നിങ്ങളുടെ വോളിയം നിങ്ങൾ തന്നെ കേൾക്കാൻ ഈ വോളിയം ഞാൻ നോക്കട്ടെ. ഈ വോളിയം എങ്ങനെ ഉണ്ടെന്ന് വോളിയം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നല്ല ഇതുണ്ട്. ഈ വോളിയം കേൾക്കുന്നുണ്ടല്ലോ. എന്റെ മൊബൈലിൽ ഈ വോളിയം കേൾക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പൊ ഇതിൽ തൃപ്തിപ്പെട്ട് നിങ്ങൾ വല്ല ഇയർഫോണൊക്കെ വെച്ചുകൊണ്ട് കേൾക്കണം. താങ്ക് യു. ദൈവമേ, എന്നാലും ഇത് സംഭവിച്ചതിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആദ്യം തന്നെ ഇത് എനിക്കറിയില്ല എങ്ങനെ ഇതുപോലെ ഇതൊക്കെ നടത്താൻ പറ്റണം. ദൈവത്തിന് നന്ദി. എനിക്കറിയില്ല കർത്താവേ, എന്തെല്ലാം സന്നാഹങ്ങളുണ്ടായിട്ടും കർത്താവേ കരുണയായിരിക്കണേ, സഹായിക്കണേ, സഹായിക്കണേ, സഹായിക്കണേ. ഓ ഈശോയെ, സ്നേഹമുള്ളവരെ, നമ്മൾ പീഡാസഹനം അനുഭവിച്ച് തന്നെ ഉയർപ്പിലേക്ക് നീങ്ങുള്ളൂ എന്നുള്ളതിൻ്റെ ഒറ്റ ആശ്വാസമാണ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ യാത്രയും പരിശ്രമങ്ങളുടെയും മധ്യത്തിൽ ഈ ഒറ്റ തുറുപ്പ് ചീട്ടിലാണ് പിടിച്ചേക്കുന്നത്. തുറുപ്പ് ചീട്ട് എന്താ? പീഡാസഹനത്തിലൂടെ മാത്രമേ നമുക്ക് ഉയർപ്പിന്റെ അനുഭവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പെട്ടെന്നൊന്നും ശരിയാവില്ല. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ടാക്കണേ ഇപ്പോൾ എന്നുള്ളതിന് എന്ത് പറയാനാ. എനിവേ, ഞാൻ ഈ പറഞ്ഞ സമയം കളയുന്നില്ല. നാളെ ഒരു പക്ഷേ ഇത്രയും ഡിലേ ആവില്ലായിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്കും ഞാൻ നിങ്ങൾക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇതെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ടൊന്ന് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാലബല ഹലബല 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 ശാലബല ബലബല 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 ബലബല. പരിശുദ്ധാത്മാവേ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ.
പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ സ്നേഹം, ശാന്തി, ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. ക്ഷമ, ദയ, നന്മ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എല്ലാവരും ഈ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്താൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇപ്പോളെ നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, Jesus. Thank you, Jesus. Shandala, halabala, 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 halabala. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. എല്ലാവരും ഒന്നുകൂടി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. എൻ്റെ എല്ലാ ക്ഷീണവും ഈശോയുടെ പീഡാസഹനത്തോട് ചേർക്കുന്നു. എല്ലാ സഹനങ്ങളും സുവിശേഷത്തിനായിട്ട് കർത്താവേ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്. വിസ്ഡം, ജ്ഞാനം നൽകണേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ഹലബല, 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 ഹലബല. ഓക്കെ, സ്നേഹിതരെയും ഞാൻ നമ്മുടെ ഉയർപ്പ് ജാഗരണത്തിലെ പ്രധാനപ്പെട്ട ആ ഗീതം കൂടി ഒന്ന് പാടി നമ്മൾ ആരംഭിക്കുകയാണ്. ഉയർപ്പ് ജാഗരണത്തിലെ ആ പ്രസാദ ജാഗരണത്തിലെ ആഹ്ലാദ ഗീതം നമ്മളൊന്ന് പാടാൻ പോവുകയാണ്. ഉല്ലസിക്കട്ടെ, ആനന്ദത്തിരത്താഞ്ഞുയരട്ടെ, കർമ്മങ്ങൾ കാന്തി കന്തളപ്പന്നീരകട്ടെ. മഹോന്നത കാഹളമോടെ എങ്ങും വിജയം വിളംബരം ചെയ്ത് പിന്നവരാജന്റെ പേരി ഉയർന്നു മണ്ണിനൊരക്ഷയുറപ്പായിടട്ടെ. സമൃദ്ധമന്ത്രത്തിൽ നീന്തി സന്തുഷ്ടയാകുക ഭൂമി. ഇത്തിരം ഭൂവന്റെ തേജസ്സു ചിന്തി ആസുര ഭംഗി കലർന്നു നീങ്ങി. ഭൂമിയെ ചൂഴ്ന്നിടും പോരിരുളാകെ മാഞ്ഞുപോയി നീട്ടിയിലൊന്നൊഴിയാതെ ഇമ്മഹാദീപത്തിൻ മഞ്ജുനിലാവിൽ സമ്മോദം കൊള്ളുക സഭാംബിക മേന്മേ. അന്ധകാരത്തിന്മേരുൾ മറ നീങ്ങി ദിവ്യ സഭാംബിക അക്ഷരവത്ത ആഹത തുനിലമാകത്തെ മേന്മേ. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു ആദ്യ ഭാഗം മാത്രമാണ്. സ്നേഹമുള്ളവരെ,
നമ്മൾ ഒരിക്കൽ നമ്മൾ ഈ ഭാഗം പഠിച്ചതാണ്. അന്ന് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പഠിച്ചത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു മനപ്രയാസമായിരുന്നു. ദൈവമേ, ഇത് ഉയർപ്പ് തിരുനാളിന് മുൻപ് ഞങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ആ തിരുനാൾ എത്ര മനോഹരമായിരുന്നേനെ. അതുകൊണ്ട് തന്നെ ഇതുള്ള ഈ 2-3 ദിവസം എടുത്ത് നമ്മളിത് വിശദമായിട്ട് പഠിക്കുകയാണ്. ഈ ഉയർപ്പ് തിരുനാള് ഇത് നമ്മൾ ലത്തീൻ ആരാധനാക്രമത്തിലെ ഏറ്റവും ആഘോഷപൂർവം കണ്ടോ, ഇതാണ് ലത്തീൻ ആരാധനാക്രമത്തിന്റെ തക്സ, മിസൽ. ആ മിസലിൽ നിന്ന് തന്നെയാണ് ഞാനിത് എടുത്ത് വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നമ്മൾ ഇതെല്ലാം കാര്യത്തിന് കാശ് ചെലവാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരെണ്ണം മേടിക്കുന്നത് വളരെ നന്നായിരിക്കും. നാട്ടിൽ നിന്ന് മേടിച്ചു ലഗേജിൽ കൊണ്ടുവന്നത് തന്നെ വലിയൊരു പണിയാണ്. കണ്ണനെ കൊണ്ടാണിത് മേടിപ്പിച്ചത്. നമ്മുടെ ഷേലി മാഡമാണിത് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. അപ്പോ ഇതിന്റെ അല്പം ആമുഖം ഇതിന്റെ ആമുഖം ഞാൻ വായിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇതിന്റെ ആമുഖം പരിശുദ്ധ രാത്രിയിലെ പെസഹ ജാഗരം. ഇതിന്റെ ഏറ്റവും പ്രധാന ഒരു ശബ്ദമാണ് ഈ രാത്രി. അതുടനീളം നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നതാണ് ഈ രാത്രി. ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ ആമുഖം. ഈ രാത്രി അതിപുരാതനമായ കീഴ്വഴക്കമനുസരിച്ച് കർത്താവിന് വേണ്ടിയുള്ള ജാഗരം അനുഷ്ഠിക്കുന്നു. പുറപ്പാട് 12:42. അത് നമ്മൾ വായിക്കാൻ പോവുകയാണ്. മിനി എഴുതിക്കോളൂ. പുറപ്പാട് 12:42. യാത്ര പോയി മടങ്ങിയെത്തുന്ന യജമാനനെ സ്വീകരിക്കാൻ ജാഗരൂകരായിരിക്കുന്ന ഭൃത്യന്മാരെ തന്നോടൊപ്പം വിരുന്നിരുത്തും എന്ന സുവിശേഷ പ്രബോധനമനുസരിച്ച് ലൂക്ക 12:35-37. ഈ 2 വചനങ്ങളാണ്. ലൂക്ക 12:35-37. വിശ്വാസികൾ ഈ ദിവസം തെളിഞ്ഞ വിളക്കുകളുമായി കർത്താവിന്റെ പ്രത്യാഗമനം പാർത്തിരിക്കുന്നു. ഒന്ന് പുറപ്പാട് 12:42. 2 ലൂക്ക 12:35. പുറപ്പാട് 12:42 നാം കാണുന്നു. പുറപ്പാട് അവരെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണ്. അതാണ് ഈ പെസഹ ജാഗരണം എന്ന വാക്കിന്റെ ഉത്ഭവം തന്നെ അവിടെ നിന്നാണ്. കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. അക്കാരണത്താൽ തലമുറ തോറും ഇസ്രായേൽക്കാർ ഉറക്കമിളച്ചിരുന്ന് ആ രാത്രി കർത്താവിന്റെ ബഹുമാനാർത്ഥം ആചരിക്കും.